വിജയന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. എക്സാലോജിക് കുരുക്കിൽ വീണ വിജയന് ആശ്വാസമില്ല. കർണാടക ഹൈക്കോടതിയെ സമീപിച്ച വീണ വിജയന് അന്വേഷണം നേരിട്ടേ മതിയാകൂ. അന്വേഷണത്തിന് ആവശ്യമായ വിവരങ്ങൾ കൈമാറിയേ മതിയാകൂ. എക്സാലോജിക് CMRL ഇടപാട് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന SFIOയുടെ നോട്ടീസിന് മറുപടി നൽകുന്നതിന് പകരം അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ച വീണ വിജയന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. SFIOയ്ക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അന്വേഷണം തുടരാം. സ്റ്റേ നൽകാതെ കർണാടക ഹൈക്കോടതി. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് കരിമണൽ കമ്പനിയുമായി CMRLുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് SFIO നടത്തുന്ന അന്വേഷണം നേരിട്ടേ മതിയാകൂ. അന്വേഷണം തുടരാമെന്ന് കർണാടക ഹൈക്കോടതി വിധിച്ചിരിക്കുകയാണ്. വീണയുടെ എക്സാലോജിക് കമ്പനിക്കെതിരെ നടപടിയെടുക്കുന്നതിൽ നിന്ന്, അറസ്റ്റിൽ നിന്ന് വിധി വരുന്നതുവരെ വിട്ടുനിൽക്കണമെന്നാണ് നേരത്തെ കോടതി വാദത്തിനിടയിൽ നിരീക്ഷിച്ചത്. ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. ശ്യാം ദേവരാജ് ഞങ്ങളുടെ ലീഗൽ ഡെസ്കിൽ നിന്നും തത്സമയം ചേരുന്നു. ശ്യാം ദേവരാജ്, അന്വേഷണത്തിന് സ്റ്റേ ഇല്ല. SFIO ആവശ്യപ്പെട്ട വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കൈമാറിയേ മതിയാകൂ എന്ന് വ്യക്തമാവുകയല്ലേ? കൃത്യമായും അങ്ങനെ തന്നെയാണ്. അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഇടപാടിൽ അന്വേഷണം തുടരാം. വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും ആ ഹർജി തള്ളിയിരിക്കുന്നു. അന്വേഷണത്തിന് സ്റ്റേ ഇല്ല. അന്വേഷണവുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുന്നോട്ട് പോകാമെന്നതാണ് കർണാടക ഹൈക്കോടതിയുടെ ഏറ്റവും നിർണായകമായ വിധി. റിപ്പോർട്ടർ ഇത് സംബന്ധിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തുവിടുന്ന. അല്പസമയം മുമ്പാണ് കർണാടക ഹൈക്കോടതി ഇത് സംബന്ധിച്ച വിധി പറഞ്ഞത്. SFIOയുടെ അന്വേഷണത്തിന് സ്റ്റേ ഇല്ല. വീണ വിജയന്റെ ഹർജി തള്ളിയിരിക്കുന്നു. അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് തള്ളിയിരിക്കുന്നത്. വീണ വിജയൻ നൽകിയ ഹർജി കഴിഞ്ഞ ഈ തിങ്കളാഴ്ചയാണ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. ജസ്റ്റിസ് M നാഗപ്രസന്ന അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഹർജിയിൽ വളരെ വിശദമായ വാദം തിങ്കളാഴ്ച കേട്ടെന്ന് വന്നതിന് ശേഷം ഉത്തരവിന് വേണ്ടി മാറ്റുകയായിരുന്നു. ഇന്ന് ഉത്തരവ് വരുമ്പോൾ ആ ഉത്തരവ് വീണ വിജയന്റെ ഹർജി തള്ളിയിരിക്കുന്നു. അന്വേഷണത്തിന് സ്റ്റേ ഇല്ല. ഇതുമായി ബന്ധപ്പെട്ട് വീണ വിജയന് കനത്ത തിരിച്ചടി, എക്സാലോജിക്കിന് തിരിച്ചടി. CPMനെ സംബന്ധിച്ചും വീണ വിജയനെ സംബന്ധിച്ചും പിണറായി വിജയനെ സംബന്ധിച്ചും ഒക്കെ ഏറ്റവും നിർണായകമായ. തീർച്ചയായും ശ്യാം ദേവരാജ്, നോക്കൂ, SFIOയുടെ അന്വേഷണം നിലനിൽക്കില്ല എന്നാണ് എക്സാലോജിക് കോടതിയിൽ വാദിച്ചത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം തുടരുകയാണ്. അത് തുടരാം. CMRLുമായി ബന്ധപ്പെട്ട ഇടപാടിലെ ആരോപണത്തിന് മറുപടി നൽകിയതാണ് എന്നൊക്കെയുള്ള വാദമാണ് എക്സാലോജിക് വ്യക്തമാക്കിയത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം എന്തായി എന്നൊക്കെ കോടതി ഈ വാദത്തിന്റെയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. ഉത്തരവ് പുറപ്പെടുവിക്കുന്നതുവരെ കടുത്ത നടപടി പാടില്ല എന്നേ കോടതി പറഞ്ഞിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് SFIOയ്ക്ക് അന്വേഷണത്തിന്റെ ഭാഗമായി വിളിച്ചു വരുത്താം, അറസ്റ്റ് ചെയ്യാം, എല്ലാ നടപടികളിലേക്കും കടക്കുന്നതിനുള്ള തടസ്സം നീങ്ങുകയല്ലേ ഈ അന്വേഷണത്തിന് സ്റ്റേ ഇല്ല എന്ന ഹൈക്കോടതി വിധിയോടെ? ഏറ്റവും സുപ്രധാനമായ കാര്യം, വീണ വിജയൻ നൽകിയ ഹർജി തള്ളിയിരിക്കുന്നു എന്നാണ്. നമ്മളൊരു ഇടക്കാല ഉത്തരവാണ് പ്രതീക്ഷിച്ചതെങ്കിൽ ഹർജി തള്ളിയിരിക്കുന്നു എന്ന കാര്യമാണ് ഏറ്റവും ഒടുവിൽ കർണാടക ഹൈക്കോടതിയുടെ ബംഗളൂരു പ്രിൻസിപ്പൽ ബെഞ്ചിൽ നിന്നും പുറത്തുവരുന്നത്. ഇതിൽ വീണ വിജയൻ എക്സാലോജിക് കമ്പനി ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും കോടതി തള്ളിയിരിക്കുന്നു. ഇത് ഒന്നാമത്തേത് അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യമായിരുന്നു. അന്വേഷണത്തിന് സ്റ്റേ ഇല്ല. അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഓഫീസിന്റെ അന്വേഷണം റദ്ദാക്കണമെന്നതായിരുന്നു. ആ അന്വേഷണം ആ ആവശ്യം അംഗീകരിച്ചില്ല. ആ ആവശ്യം തള്ളിയിരിക്കുന്നു. ഒപ്പം എല്ലാ രേഖകളും വിളിച്ചു വരുത്തണം എന്ന ആവശ്യമുണ്ട്. ഒരു ഇടക്കാല ആവശ്യമുണ്ടായിരുന്നു. ആ ഇടക്കാല ആവശ്യവും അംഗീകരിച്ചിട്ടില്ല. ഒരു ഉപഹർജി നൽകിയിരുന്നു. അത് ഈ രേഖകൾ വിളിച്ചു വരുത്തണം എന്ന് ആവശ്യപ്പെട്ട് നൽകിയതായിരുന്നു. ആ ആവശ്യം അംഗീകരിച്ചില്ല. അതായത് വീണ വിജയന് സമ്പൂർണ്ണമായും കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടിയാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനും ഒപ്പം ഡയറക്ടർ ജനറലിന്റെ അന്വേഷണവും ഒരേ സമയം മുന്നോട്ട് പോകാം. കേന്ദ്ര സർക്കാരിന്റെയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഓഫീസിന്റെയും വാദങ്ങൾ അംഗീകരിച്ചാണ് ജസ്റ്റിസ് M നാഗപ്രസന്ന അല്പസമയം മുമ്പ് വിധി പറഞ്ഞിരിക്കുന്നത്.